അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോ 2 ദിവസത്തിനുള്ളിൽ പുറത്തു വരുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം ഞാൻ ബാംഗ്ലൂർ നിൽക്കുമ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. Hey guys, what's up? Welcome back. I'm Azur Dinas. ഇന്ന് ഇപ്പോൾ നമ്മുടെ എപ്പിസോഡ് 1 സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ആലപ്പുഴ ശവക്കോട്ട പാലത്തിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. എനിക്ക് ഫസ്റ്റ് നാട്ടിൽ നിന്ന് ഒരു ലിഫ്റ്റ് കിട്ടിയാണ്ട് ഇവിടെ വന്നപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. സോ ഐ എം വെയിറ്റിംഗ് ഫോർ സം ട്രക്സോ സംതിങ്. ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് ലിഫ്റ്റ് കിട്ടാനൊക്കെ പാടായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ ഒരു ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ലിഫ്റ്റ് ഒന്നും കിട്ടിയില്ല ഇതുവരെ. അപ്പോൾ എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട്, അമൽ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങളുടെ ജേർണി തുടങ്ങുകയാണ്. അപ്പോൾ ഇനിയുള്ള വീഡിയോസ് ബാംഗ്ലൂരിൽ നിന്നിട്ടായിരിക്കും എത്തുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോസ് വരാൻ ലേറ്റ് ആകും. അതുകൊണ്ട് ഇൻസ്റ്റയിൽ ചെന്നാൽ ഫുള്ളും കറക്റ്റ് ടൈമിൽ കിട്ടും. എല്ലാം അപ് ടു ഡേറ്റ് ആയിരിക്കും. എൻ്റെ സ്റ്റാറ്റസ് എല്ലാം എൻ്റെ സ്റ്റാറ്റസ് എല്ലാം കാണും ഇൻസ്റ്റയിൽ ചെല്ലുമ്പോൾ. അപ്പോൾ ഡോണ്ട് ഫോർഗെറ്റ് ടു ചെക്ക് മീ ഔട്ട് ഓൺ ഇൻസ്റ്റാഗ്രാം. ആൻഡ് ഈ ഒരു വണ്ടി ഇട്ടിട്ട് കാണാം ഗായ്സ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വണ്ടി കിട്ടി. ഫസ്റ്റ് വണ്ടിയിൽ ഞങ്ങളുടെ പോയിക്കൊണ്ടിരിക്കുക. ഇതിപ്പോൾ കുറച്ച് ചേർത്തല വരെ ഉള്ളൂ. പിന്നെ നമ്മുടെ ഫസ്റ്റ് ഡ്രൈവറാണ് ചേട്ടൻ മലയാളിയാണ്. ചേട്ടൻ്റെ പേര് ചേട്ടൻ സതീഷ് ചേട്ടനാണ്. നമ്മളിപ്പോൾ ചേർത്തല വരെ ഉള്ളൂ. ഫസ്റ്റ് വണ്ടി കിട്ടിയതാണ് സതീഷ് ചേട്ടനാണ്. ഈ ചേർത്തല കണ്ട് അടുത്ത വണ്ടി നോക്കണം. ഫസ്റ്റ് ലിഫ്റ്റ് കിട്ടി. രണ്ടാമത്തെ ലിഫ്റ്റിന് വേണ്ടി ഇപ്പോൾ വെയിറ്റിംഗ് ആണ്. ഒരുത്തന്നെ സ്റ്റോറിയൊക്കെ ഇട്ട് അങ്ങ് നടന്നങ്ങ് പോയി. ബാക്കിൽ അതിൻ്റെ ബാക്കിൽ വരുന്നടാ. ഞാൻ വരുമ്പോ ഇപ്പോൾ ജസ്റ്റ് എറണാകുളം എത്തി. എറണാകുളത്ത് നിന്ന് വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. വണ്ടിയൊന്നും നിർത്തുന്നില്ല. രാത്രി ഇപ്പോൾ ഏറെക്കുറെ എത്ര മണിയായി കാണുന്നു? രാത്രി 11:34 ആയി. ഇനി വണ്ടി അങ്ങോട്ട് കിട്ടാൻ പാടായിരിക്കും. പക്ഷേ എന്തായാലും വണ്ടി കിട്ടിപ്പോയേ ഞങ്ങൾക്ക് പറ്റൂ. അതുകൊണ്ട് മാക്സിമം വണ്ടിയൊക്കെല്ലാം കൈ കാണിച്ച് നോക്കാം. മാക്സിമം റിസ്ക് ഇല്ലാത്ത രീതിയിൽ ട്രാവൽ ചെയ്യാനാണ് നോക്കുന്നത്. എറണാകുളം now and we are waiting for somebody to give us a lift. ഇപ്പോൾ ഇത് ചന്ദ്രൻ ചേട്ടൻ, പുള്ളിയുടെ നാട് ഈരോടാണ്. പാലക്കാട് വരെ നമുക്ക് ലിഫ്റ്റ് തന്നേക്കുകയാണ് പുള്ളിക്കാരൻ. ഇപ്പോൾ എറണാകുളം ടു പാലക്കാട് സ്ട്രൈറ്റ് ആദ്യമായിട്ട് കിട്ടി. ഇപ്പോൾ നമ്മുടെ നാലാമത്തെ വണ്ടിയല്ലേ? നാലാമത്തെ വണ്ടി. യെസ്, നമ്മുടെ യാത്രയിൽ രണ്ടാമത്തെ ചെക്ക് പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ തൃശ്ശൂർ ടോൾ എത്തിയിരിക്കുകയാണ്. തൃശ്ശൂർ ടോൾ. ഇനി ഇവിടെ നിന്ന് പാലക്കാട് വരാം. കരുത്തന് ഇവിടെ ഗേൾഫ്രണ്ടുമായിട്ട് വീഡിയോ കോളൊക്കെ ചെയ്തിരിക്കുന്നു. ഇവിടുന്ന് ഏറെക്കുറെ ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട്? 81. ഇനി ഇവിടുന്ന് പാലക്കാട് വരെ 81 കിലോമീറ്റർ ഉണ്ട്. എത്ര സമയം ഞാൻ കിടന്നിറങ്ങാൻ പോവാം. അവൻ ഫോൺ സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് അവിടുന്ന് ഇനി പിന്നെ ബാംഗ്ലൂർ പോകുന്ന റൂട്ടും കാര്യങ്ങളൊക്കെ അവനെ അറിയത്തുള്ളൂ കറക്റ്റായിട്ട്. ഇപ്പോൾ കേൾക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല. കേൾക്കുമായിരിക്കും. ഇനിയിപ്പോൾ ബാംഗ്ലൂർ ആയിട്ട് ഫുള്ള് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ അണ്ണാനുമായിട്ട് പോയിക്കൊണ്ടിരിക്കുക തൃശ്ശൂർ ടോൾ ഗായ്സ്. അപ്പോൾ നമ്മൾ പാലക്കാട് എത്തി. ഇപ്പോൾ ചന്ദ്രൻ ചേട്ടൻ പാലക്കാട് ഇപ്പോൾ ഇറക്കി തന്നിരിക്കുകയാണ്. ഇനി പാലക്കാട് നിന്ന് ബാംഗ്ലൂർ പോകുന്ന വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ താങ്ക്സ് ചേട്ടാ. ഓക്കെ, താങ്ക് യു, വളരെ നന്ദിയുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ ഗായ്സ് അമൽ താഴെ ഇറങ്ങി വെയിറ്റ് ചെയ്യാണ്. ഇനി ബാംഗ്ലൂരിലോട്ട് പോകുന്ന വണ്ടി കണ്ടുപിടിക്കും ഗായ്സ്. ഇപ്പോൾ പാലക്കാട് എത്തിയിരിക്കുകയാണ്. പാലക്കാട് സ്ഥലം ഏതാണെന്ന് അറിയത്തില്ല. ഒരു ഫ്ലൈ ഓവർ പോകുന്നുണ്ട്. ഇവിടെ ഒരു റൗണ്ടും ഉണ്ട്. ഒരു വലിയൊരു റൗണ്ടാണ്. ചന്ദ്രാനഗറോ? പാലക്കാട് ചന്ദ്രാനഗർ. So we are waiting for the next truck to come or the next truck to arrive and we'll be going to Bangalore. And energy ഒക്കെ കുറച്ച് കുറഞ്ഞു. ഈ ബാംഗ്ലൂർ കണ്ടിട്ട് ഫുൾ പവർ ലോണാണ്. അപ്പോൾ I'll see you there. നമ്മളിപ്പോൾ ശിവകുമാർ അണ്ണൻ കോയമ്പത്തൂർ, ഇപ്പോൾ തമിഴ്നാട് ചെക്ക് പോസ്റ്റ് ആണ്. കോയമ്പത്തൂർ പോകുന്ന റൂട്ട് തമിഴ്നാട് ചെക്ക് പോസ്റ്റ്. അപ്പോൾ പുള്ളി അവിടെ ഇറക്കി. ഇപ്പോൾ തമിഴ്നാട് ചെക്ക് പോസ്റ്റിന് കുറേ 10-15 മിനിറ്റ് വണ്ടി നിൽക്കും. അപ്പോൾ MHO കർണാടക വണ്ടി കയറി പോകാനാണ് പുള്ളി പറയുന്നത്. അതാകുമ്പോഴത്തേക്കും ഫ്രണ്ടിൽ കിടക്കുന്ന വണ്ടി നമുക്ക് ഡ്രൈവറിൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് കയറി പോകാം. അപ്പോൾ അണ്ണൻ നമ്മളിപ്പോൾ ആ ചെക്ക് പോസ്റ്റ് ഇറക്കി. അപ്പോൾ വളരെ നന്ദിയുണ്ട് അണ്ണൻ. വണ്ടി ഇപ്പം കിട്ടുമെന്നും പറഞ്ഞ് ഞങ്ങളെ ഇറക്കി കിട്ടുകയാണ്. ഏറെക്കുറെ 1 കിലോമീറ്റർ നടന്ന്. എന്നിട്ട് വണ്ടിയൊന്നും കിട്ടുന്നില്ല. ഇപ്പോൾ ഏറെക്കുറെ എത്ര 5 മണിയായി. വണ്ടിയൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പോഴും മുന്നോട്ട് തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അമൽ വണ്ടി കിട്ടാത്തതിൻ്റെ ഫ്രസ്ട്രേഷനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്.
തണുത്തിട്ട് ഹൂഡിയൊക്കെ എടുത്തിട്ടുണ്ട്. വീഡിയോ എടുക്കുന്നെങ്കിലും കണ്ട് ഒരു വണ്ടി നിർത്തിയായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. നമ്മൾ കുട്ടനെക്കുട്ടി കൈ കാണിക്കുന്നു. വണ്ടിയായിരുന്നു വണ്ടിയില്ല. ഇവിടുന്ന് പെട്ടെന്ന് വണ്ടി കിട്ടുമെന്നും പറഞ്ഞ് അങ്ങേര് ആ തമിഴിനെ ഇറക്കി വിട്ടേ. ഇപ്പോൾ 2 കിലോമീറ്റർ കൂടുതലായിട്ട് ഞാൻ നടക്കുക. ഒരു ബൈക്കുകാരൻ വന്നതിന് ലിഫ്റ്റ് അടിച്ച് അമൽ കയറിപ്പോയി. ഞാനിപ്പോഴും ലിഫ്റ്റ് ചോദിച്ചിരിക്കുക, ഒരു ലിഫ്റ്റും കിട്ടുന്നില്ല. ഐ ഡോണ്ട് റിയലി റെക്കമെൻഡ് യു ഗൈസ് ടു ട്രാവൽ അറ്റ് നൈറ്റ്. ഇപ്പോൾ അറൗണ്ട് 5 o'clock കഴിഞ്ഞു. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്, ലിഫ്റ്റുകൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. സാർ തരേ ഇപ്പോൾ ആ ലോറിക്കാരൻ ഞങ്ങളെ നൈസായിട്ട് കുറേ നേരമായിട്ട് ലിഫ്റ്റിനായിട്ട് നിൽക്കുക. ഇപ്പോൾ അടുത്ത ടോൾ, 2ാമത്തെ ടോളായത്. അങ്ങേറി പെട്ടെന്ന് വണ്ടി കിട്ടുമെന്ന് പറഞ്ഞ് നിർത്തി. ഇപ്പോൾ 5:30, ഞങ്ങൾ 4:30 വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പോൾ കുറേ നടന്നു. ഇപ്പോൾ അടുത്തൊരു ടോളായി. ടോളിൻ്റെ സൈഡിൽ നിന്ന് ലിഫ്റ്റ് എടുക്കാൻ പറ്റത്തില്ല, ഫ്രണ്ടിലോട്ട് മാറി നിന്ന് ലിഫ്റ്റ് എടുക്കാൻ പറ്റൂ. ക്യാമറ ഉള്ളതുകൊണ്ട് ക്യാമറ കണ്ടാൽ മോശമാണ്. അങ്ങനെ എൻ്റെ ഗായ്സേ കോയമ്പത്തൂർ എത്തി. പക്ഷേ കോയമ്പത്തൂർ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഡിസംബറൊക്കെ ആയതുകൊണ്ടായിരിക്കും നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ടീഷർട്ട് മാത്രം ഇട്ട് നടക്കുക. ഒരു ഹുഡി ഉണ്ട് എൻ്റെ കൈ, അതെടുത്ത് വേണം. എന്നാലും ചെറിയൊരു തണുപ്പുണ്ട്. ബാംഗ്ലൂരിലും തണുപ്പായിരിക്കും. പിന്നെ ഐ ഡോണ്ട് റിയലി റെക്കമെൻഡ് യു ഗൈസ് ടു ട്രാവൽ ഡ്യൂറിങ് നൈറ്റ് ട്രാവൽ ഭയങ്കര ഒരു വിഷയം തന്നെയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ വണ്ടി ആരും നിർത്തത്തൊന്നുമില്ല കൂടുതൽ ആളുകൾ. ഞങ്ങൾക്ക് പക്ഷേ വലിയ കുഴപ്പമില്ലാതെ കിട്ടി. നമുക്ക് വെളുപ്പിനെ ആയിക്കഴിഞ്ഞായിരുന്നു വണ്ടി കിട്ടാൻ പ്രയാസം. ഇപ്പോൾ വണ്ടി കിട്ടാൻ വേണ്ടി ബാംഗ്ലൂർ ഹൈവേയിലേക്ക് നടക്കുകയാണ്. കോയമ്പത്തൂർ ബാംഗ്ലൂർ ഹൈവേ ആണോ? അതായിരിക്കും. ഈ റോഡ് വഴിയല്ലേ? സേലം ബാംഗ്ലൂർ ഹൈവേ. സോറി, കോയമ്പത്തൂർ ബാംഗ്ലൂർ ഹൈവേ അല്ല, സേലം ബാംഗ്ലൂർ ഹൈവേ എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ട്രാവൽ ചെയ്യുമ്പോൾ മാക്സിമം ഹിച്ച് ചെയ്ത് ട്രാവൽ ചെയ്യുമ്പോൾ മാക്സിമം വെയിറ്റ് കുറച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ ലാപ്ടോപ്പും ഇതും ഉള്ള ഐറ്റം മുഴുവൻ മാറ്റി കയറ്റി. അവൻ ചെറിയൊരു ബാക്ക് പാക്കും ഒരു ക്യാമറയുടെ ബാഗുമായിട്ട് മാത്രമാണ് നടക്കുന്നത്. ഇവിടെ അവനൊരു വിഷയമല്ല. ഞാൻ 2 ബാഗും ഫുള്ള് സാധനവും. ഈ ലാപ്ടോപ്പ് തന്നെ ഉണ്ട്. ഈ പണ്ടത്തെ ലാപ്ടോപ്പല്ലേ, സോണിയുടെ, നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഗായ്സ് ഇതാണ് ആള്. ചേട്ടൻ്റെ പേര് എന്തായിരുന്നു? ദണ്ഡപാണി ചേട്ടൻ. പുള്ളി ഞങ്ങൾ ശരിക്കും ഹെൽപ്പ് ചെയ്തു. ഇപ്പോൾ അവരുടെ ഓഫീസിൽ വന്നിട്ട് വേറൊരു വണ്ടി ബാംഗ്ലൂർക്ക് ഏർപ്പാട് ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയും വേറൊരു വണ്ടി പോകാൻ, കൂടുതൽ നിന്ന് ലിഫ്റ്റിന് കൈ കാണിക്കുകയും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. പുള്ളി ആദ്യം തന്നെ ഞങ്ങളെ വണ്ടി കൈ കാണിച്ച് കുറേ ലിഫ്റ്റ് നിന്നപ്പോഴത്തേക്കും പുള്ളി വിളിച്ച് ഞങ്ങളെ കയറ്റുമായിരുന്നു. വന്ന് വണ്ടി കയറാനെന്നാണ് പറഞ്ഞത്. അല്ലാതെ പുള്ളി എങ്ങോട്ട് പോകണം എന്താണെന്ന് പറഞ്ഞില്ല. കുറച്ച് നേരം കഴിഞ്ഞാൽ പുള്ളി കാര്യങ്ങളൊക്കെ ചോദിച്ചത്. അപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ച ഒരു ദേഷ്യക്കാരനായിരിക്കുന്നു. പിന്നെ പുള്ളി പാട്ടിട്ട് ഫുള്ള് ജോളിയായി അടിച്ചു പൊളിച്ചാണ് ഞങ്ങൾ ഇവിടം വരെ വന്നത്. വണ്ടി കുറച്ച് കുലുക്കവും കാര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിലും പുള്ളി അടിപൊളിയായിരുന്നു. സൂപ്പർ ആളാണ്. അപ്പോൾ താങ്ക് യു ദണ്ഡപാണി ചേട്ടാ. അപ്പോൾ നമ്മൾ ഇതുവരെ ഏറ്റവും കൂടുതൽ സഞ്ചരിച്ച ലോറിയാണിത്. അമലിന് ഭയങ്കര വിട്ടുപിരിയാനൊരു നൊസ്റ്റാൾജിയ ഫീലിംഗ് ഉള്ളതുപോലെ. ഇപ്പോൾ പുതിയ ലോറി കിട്ടിയേക്കുന്ന ഇതാണ്. ഇതിനകത്താണ് ഇനി ബാംഗ്ലൂർ വരെ. ഓക്കെ ഗായ്സ്, ഇപ്പോൾ ബാംഗ്ലൂർ എത്തുന്നതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം ഞങ്ങൾക്ക് ലിഫ്റ്റ് കിട്ടിയ ഒരു കാറിലായിരുന്നു. അപ്പോൾ പുള്ളി സേലം തൊട്ട് കാറ് വരുമായിരുന്നു. അപ്പോൾ പുള്ളിക്ക് വീഡിയോ എടുക്കുന്നതിന് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് ആണ് ബാംഗ്ലൂരിൽ എത്തുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ. ഞാൻ എത്തിക്കഴിഞ്ഞ് കുറച്ച് വീഡിയോ എടുക്കാൻ ടൈം കിട്ടിയില്ല, തിരക്കായിരുന്നു. ഞാൻ ഇപ്പോൾ കറക്റ്റ് 6:30 ആയിട്ടുണ്ട്, 6:33. ഞങ്ങൾ എത്തിയത് 5:30 ഒക്കെ ആയിരുന്നു. അപ്പോൾ ഏറെക്കുറെ 20 hours എടുത്തെന്ന് തോന്നുന്നു. 20 hours ആണോ? ഓക്കെ. അതിനകത്ത് 600 kilometer കവർ ചെയ്ത് ഞങ്ങൾ വന്നു. അപ്പോൾ എത്ര 5 വണ്ടി ഞങ്ങളുടെ ലിഫ്റ്റ് ഞങ്ങൾ എടുത്തു. 5 വണ്ടി ലിഫ്റ്റ് എടുത്ത് ഞങ്ങളിപ്പോൾ എത്തി. ഇനി ഇവിടെ മാക്സിമം 3 days കാണും. എന്നിട്ട് ഇവിടുന്ന് ഗോവ,